പാഠത്തിന്റെ ഒരു അടിപൊളി ക്ലാസ്സിലേക്ക് എല്ലാ മക്കളെയും ഇൻവൈറ്റ് ചെയ്യാണ്. മിസ്സിന്റെ പേര് അമൃത, നിങ്ങളുടെ മാത്സിന്റെ മിസ്സാണ്. അപ്പൊ മക്കളെ, മിസ് എന്ന് വന്നിട്ടുള്ളത് ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ്. അപ്പൊ എല്ലാ മക്കൾസും റെഡി ആണല്ലോ അല്ലെ? നമ്മൾ സ്കൂളൊക്കെ തുറന്ന് നമുക്ക് പുതിയ ചാപ്റ്റർ ഒക്കെ പഠിച്ചു തുടങ്ങി. ഈ ഒരു വർഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് രാവിലെ എണീക്കുന്ന മുതലേ തുടങ്ങാം അല്ലേ? നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ചുറ്റോടും ഒരുപാട് സാധനങ്ങൾ കാണാറുണ്ട് അല്ലേ? ഇതുപോലെയല്ലേ രാവിലെ നമ്മൾ എണീറ്റ് വരിക അല്ലേ? എണീറ്റ് വരുമ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് സാധനങ്ങൾ കാണാറുണ്ട്. ഇതിലെല്ലാം എന്തുണ്ട്? മാത്സിലെ കുറച്ച് കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ഇവിടെ നോക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ കുറേ കുഞ്ഞു ഡോട്ടുകൾ കാണുന്നില്ലേ? കർട്ടന്റെ മുകളിലെ കുഞ്ഞു കുത്തുകൾ നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? ഈ കുത്തുകൾ മുതൽ ഈ സൂര്യന്റെ അടുത്ത് വരുന്ന ഈ ലൈറ്റിന് വരെ ഒരു മാത്സ് ഉണ്ട്. എല്ലായിടത്തും മാത്സ് ഉണ്ട്. ഓക്കെ, എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തുകളിലെ ഈ കുഞ്ഞു ഡോട്ട്, ഇതാണ് മാത്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അതായത് മാത്സിൽ നമ്മളൊരു പോയിന്റ് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കുഞ്ഞു കുത്ത് എന്ന് പറയുന്നത്. അതാണ് മാത്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞതാ ഈ ഇത് കണ്ടില്ലേ, നമ്മളുടെ എന്താ പറയാ, പെയിന്റിങ്. ഈ പെയിന്റിങ്ങിന്റെ ഒരു സൈഡ് കണ്ടോ, ഇതൊരു ഫിക്സ്ഡ് ലെങ്ത് ആണ്. പെയിന്റിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിക്സ്ഡ് ലെങ്ത് ആണ് അല്ലേ? പക്ഷെ ഇതിന്റെ അകത്തിൽ ഈ റോഡ് എന്ന് പറയുന്നത്, ശരിക്കും ആക്ച്വൽ റോഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ലെങ്ത് ആണോ? അതിങ്ങനെ രണ്ട് സൈഡിലേക്ക് നീണ്ടങ്ങ് കിടക്കുമല്ലേ? കുറേ ദൂരം അല്ലേ? കുറേ ദൂരം നമുക്ക് കാണാൻ പറ്റുന്ന ഫിക്സ്ഡ് ലെങ്ത് അല്ല, അതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഈ കാണുന്ന ഈ ഒരു കറക്റ്റ് ഡിസ്റ്റൻസ്, ഒരു കറക്റ്റ് മുറിച്ച് വെച്ച് നമ്മൾ പേപ്പറൊക്കെ അല്ലേ, നമ്മൾ ബുക്കിന്റെ പേജ്, അതൊക്കെ നമ്മൾ മെഷർ ചെയ്താൽ അത് കറക്റ്റ് നമുക്ക് അറിയാം ഇത്രയാണ്. സ്റ്റാർട്ടിങ് ഇവിടെ, എൻഡിങ് ഇവിടെ. നമുക്ക് പറയാൻ പറ്റും അല്ലെ? ഒരു സ്റ്റാർട്ടിങ് പോയിന്റും ഒരു എൻഡിങ് പോയിന്റും ഉണ്ടാവും നിങ്ങളുടെ ബുക്കിന്റെ പേജുകൾക്ക്, നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ഒരു സൈഡിന്, നിങ്ങളുടെ ജനലിന്റെ ഒരു ഭാഗത്തിന് അല്ലേ? എല്ലാം നിങ്ങളുടെ സ്കെയിലിന് ഒക്കെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റും ഒരു എൻഡിങ് പോയിന്റും ഉണ്ട്. ഇങ്ങനെയുള്ള ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ലൈൻ സെഗ്മെന്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ സെഗ്മെന്റ്. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരു എൻഡിങ് പോയിന്റും ഒരു ഫിക്സ്ഡ് ലെങ്ത് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ സെഗ്മെന്റ്. കറക്റ്റ് അല്ലേ? ഇനി റോഡിന് എന്തായിരിക്കും അപ്പൊ പറയാ? രണ്ട് സൈഡിലും എൻഡ് ഇല്ലാതെ നീണ്ടു പോകും. നമുക്ക് അളക്കാൻ പറ്റും, പക്ഷെ നമുക്ക് പെട്ടെന്ന് അളക്കാൻ പറ്റില്ല. രണ്ട് സൈഡ് ഇങ്ങനെ നീണ്ടു പോവല്ലേ, നീണ്ടു കിടക്കുവല്ലേ? അങ്ങനെയുള്ളത്, അത് അവസാനമില്ലാതെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ പോകുന്ന ഇത് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും നീണ്ടു പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ മക്കളെ? ലൈൻ എന്ന് പറയുന്നത്. എന്താ പറയാ? ലൈൻ എന്ന് പറയും. രണ്ട് സൈഡ് അവസാനമില്ലാതെ പോകുന്നതിനെ നമ്മൾ ലൈൻ എന്ന് പറയും. കറക്റ്റ് മുറിച്ചൊരു കഷ്ണം എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് പറയാം? ലൈൻ സെഗ്മെന്റ് എന്നും പറയാം. ക്ലിയർ അല്ലേ? സെറ്റ് ആണല്ലോ. ഇനി ഞാൻ പറഞ്ഞു സൂര്യനിൽ നിന്ന് ലൈറ്റിന് വരെ മാത്സ് ഉണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ്, സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട് അല്ലെ? സണ്ണിൽ നിന്നാണ് വരുന്നത്, ശരിയല്ലേ? സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് എവിടെയാ അവസാനിക്കുന്നേ? നമുക്ക് പറയാൻ പറ്റുമോ എവിടെയാ അവസാനിക്കുന്നേന്ന്? അതിങ്ങനെ പോവാണല്ലേ? നമ്മളെ തട്ടി വേറെ ആളെ തട്ടി അങ്ങനെ പോവും. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുടങ്ങും, പക്ഷെ അവസാനിക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കറക്റ്റ് അല്ലേ? നിങ്ങൾ ടോർച്ചിന് ലൈറ്റ് അടിച്ച് അമ്പിളിമാമനെ നോക്കിയിട്ടുണ്ടോ? ടോർച്ച് അടിച്ചില്ല അമ്പിളിമാമനെ നോക്കിയിട്ടുണ്ടോ? ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് പോയി നോക്കുക. ടോർച്ച് എടുത്ത് അമ്പിളിമാമനെ അടിക്കുമ്പോൾ കറക്റ്റ് ലൈറ്റ് അമ്പിളിമാമനിൽ ചെന്ന് നിൽക്കുന്നുണ്ടോ? നമ്മൾ കാണുന്നുണ്ടോ? എവിടുന്നാ ലൈറ്റ് വരുന്നേ? നമ്മുടെ ടോർച്ചിൽ നിന്ന് അല്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, പക്ഷെ എൻഡിങ് പോയിന്റ് ഇല്ല. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, എൻഡിങ് പോയിന്റ് ഇല്ല. ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് റേ. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് റേ. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല? എൻഡിങ് പോയിന്റ് ഉണ്ടാവില്ല. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡോട്ട് എന്താന്ന് പറഞ്ഞു, ലൈൻ സെഗ്മെന്റ് പറഞ്ഞു, ലൈന് പറഞ്ഞു, റേ പറഞ്ഞു. ഇനി രണ്ട് ലൈനുകൾ ഇങ്ങനെ തമ്മിൽ മുട്ടാതെ ഇങ്ങനെ പോകുന്നതിനെയാണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. പാരലൽ ലൈൻസ്. തമ്മിൽ മുട്ടുന്നതിന് എന്താ പറയാ? ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. തമ്മിൽ മുട്ടുന്നതിനെ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയും. രണ്ട് ലൈൻസ് മുട്ടാതെ ഇങ്ങനെ പോകുന്നത് നമ്മളുടെ റെയിൽവേ ട്രാക്ക് എക്സാമ്പിൾ ആണ്. റെയിൽവേ ട്രാക്ക്, പിന്നെ ഇലക്ട്രിക് ലൈൻസ് ഇല്ലേ, നമ്മൾ വീടിന്റെ മുകളിൽ കൂടെയൊക്കെ പോകുന്ന ഇലക്ട്രിക് കമ്പികളില്ലേ, അതിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ജനലിന്റെ രണ്ട് പാളികൾ
ഓക്കെ, ഇതൊക്കെ എന്താണ്? പാരലൽ ലൈൻസിന് എക്സാമ്പിൾ ആണ്. ഇന്റർസെക്ടിങ് ലൈൻസ്, കൂട്ടിമുട്ടുന്നവരെയാണ് നമ്മൾ ഇന്റർസെക്ടിങ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ ഒരു പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്, അതായത് കറക്റ്റ് 90, നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി, ഇങ്ങനെ മുറിക്കുന്നത്, അതായത് ഇവിടെ 90 വരുന്ന ആംഗിൾ ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലടാ? സംശയമൊന്നുമില്ലല്ലോ? ഇനി പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ടൈപ്സ് ഓഫ് ആംഗിൾസ്. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ ടൈപ്സ് ഓഫ് ആംഗിൾസ് പഠിക്കാൻ? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മിസ് അടിപൊളിയായിട്ട് ഒരു ക്ലോക്ക് വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ക്ലോക്കിൽ ഇപ്പോൾ സമയം 3:15 എന്ന് വിചാരിക്കുക. സമയം നിങ്ങൾ വിട്ടുകളാ, നമ്മൾ പഠിക്കാൻ പോകുന്ന വേറൊരു സാധനമാണ്. ഓക്കെ, ഇനി നമ്മുടെ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ആണത്. മിനിറ്റ് ഹാൻഡ് ഇങ്ങനെയാണ് നമ്മളുടെ ടൈം ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് നമ്മളുടെ ടൈം ഇരിക്കുന്നത്. അവിടെ നിങ്ങൾക്കൊരു കുഞ്ഞ് ആംഗിൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഒരു കുഞ്ഞ് ആംഗിൾ കാണാൻ പറ്റുന്നില്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ. ക്യൂട്ട് ആംഗിൾ, അക്യൂട്ട് ആംഗിൾ, അതായത് കുഞ്ഞ് ആംഗിളിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ. അപ്പൊ ഞാൻ കുറച്ചുകൂടെ നീളം വെപ്പിച്ചു. അക്യൂട്ട് ആംഗിളിനെ ഞാൻ കുറച്ചുകൂടെ വലുതാക്കി. ഇപ്പൊ അക്യൂട്ട് ആണോ? ഇപ്പോഴും എന്ത് തന്നെയാണ്? ക്യൂട്ട് തന്നെയാണ് അല്ലേ? ഇപ്പോഴും ക്യൂട്ട് തന്നെയാണ് അക്യൂട്ട് ആംഗിൾ. ഓക്കെ, പിന്നെ ഞാൻ നീളം വെപ്പിച്ചു, പിന്നെ ആംഗിൾ വലുതാക്കി, ഇവിടെ എത്തി. ഇപ്പൊ ആൾ എന്തല്ല? ഇപ്പൊ ആൾ അക്യൂട്ട് അല്ല. ഇപ്പൊ ആംഗിൾ മാറി. ഇപ്പൊ ആംഗിൾ എന്താണ്? കറക്റ്റ് 90 ഡിഗ്രിയിലേക്ക് വന്നു. അപ്പൊ ഈ ആംഗിൾ മാറി. ആംഗിൾ മാറി. അപ്പൊ എന്താ അക്യൂട്ട് ആംഗിൾ? 90 ഡിഗ്രി ആയാൽ അക്യൂട്ട് അല്ല. 90 ഡിഗ്രി എത്തിയാൽ അക്യൂട്ട് അല്ല. 90 ഡിഗ്രിക്ക് താഴെയുള്ള ആംഗിൾസ് ആണ് അക്യൂട്ട് ആംഗിൾ. 90 ഡിഗ്രിക്ക് താഴെയുള്ള ആംഗിൾസ് ആണ് അക്യൂട്ട് ആംഗിൾ. 0, 30, 40, 50, 60, 70, 80, 85 ഇവരൊക്കെ എന്താണ്? ക്യൂട്ട് ആംഗിൾസ് ആണ്, അക്യൂട്ട് ആംഗിൾസ് ആണ്. 90 എത്തിയാൽ ആരല്ല? അക്യൂട്ട് അല്ല. 90 എത്തിക്കാൻ ലെസ് ദാൻ. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ, 90ൽ താഴെയാണെങ്കിൽ അക്യൂട്ട് ആംഗിൾ ആണ്. ഇനി ആംഗിൾ 90 ഡിഗ്രി ആയി പോയപ്പോൾ എന്താ ചെയ്യുക മിസ്സേ എന്ന് ചോദിച്ചാൽ, ആംഗിൾ ഇപ്പോൾ ഈക്വൽ ടു 90 ഡിഗ്രി, 90 ഡിഗ്രി ആയി. അപ്പൊ അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കാൻ പറ്റില്ല. പിന്നെ എന്താ വിളിക്കുക നമ്മള്? അവരെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. അവരെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. ശരിയായ ആംഗിൾ എന്നൊന്നും പറയണ്ട, കറക്റ്റ് പേരാണ്. 90 ഡിഗ്രിക്ക് വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. 90 ഡിഗ്രിക്ക് വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. സെറ്റ് അല്ലേടാ? ഇനി ഇവിടെ തന്നെ നിൽക്കുമോ മിസ്സേ? ഇല്ല, ഇവിടെ നിന്നും നമ്മളുടെ ആംഗിൾ നീളാം. അപ്പൊ 90 ഡിഗ്രിക്ക് മുകളിൽ പോയി അല്ലേ? 90 ഡിഗ്രിക്ക് മുകളിൽ പോയി, പിന്നെയും നീണ്ടു കറക്റ്റ് 180 എത്തി. ആംഗിൾ എന്തായി? ഈ ആംഗിൾ മൊത്തം 180 ആയി. 90 മുതൽ 180 വരെ നമുക്ക് വേറൊരു പേരാണ്. നമ്മുടെ ആംഗിള് 90യിലേയും കാട്ടും കൂടുതലും 180യിലേയും കാട്ടും ചെറുതുമാണെങ്കിൽ, 90യിൽ കൂടുതലും, അതായത് ഇവിടെ നോക്കുക, 90 ഡിഗ്രിക്ക് കൂടുതലും 180ക്ക് കുറവുമായ ഈ ഒരു ഭാഗത്താണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഓക്കെ, പേര് തന്നെ ഉണ്ട്, ഒബ്റ്റ്യൂസ്. ഓക്കെ, അക്യൂട്ട് അല്ല, ഇതെന്താണ്? ഒബ്റ്റ്യൂസ് ആണ്. 90 ഡിഗ്രിക്ക് മുകളിലും പോണം, 180 ഡിഗ്രിക്ക് താഴെയും വരണം. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരെന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ. സെറ്റ് അല്ലേ? ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ ഇത് മാത്രമല്ല, ഇത് ബേസിക് ആയിട്ടുള്ള 3 ആംഗിൾസ് ആണ്. ഇവരെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അക്യൂട്ട് എന്താണ്, റൈറ്റ് ആംഗിൾ എന്താണ്, ഒബ്റ്റ്യൂസ് എന്താണ്, ഇത് 3 നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാം? ചിത്രങ്ങൾ വെച്ച് പഠിക്കാം. ഇവിടെ നോക്കാം, അക്യൂട്ട് ആംഗിൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രി ചെറുത്. അതിന് എക്സാമ്പിൾ പറയാം. നമ്മുടെ പിസയൊക്കെ മുറിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പിസ മുഴുവൻ തരുമോ? പകുതി തരുമോ? ഇല്ലല്ലോ. അതിലും മുറിച്ച് അതിൻ്റെ ഒരു കഷ്ണമല്ലേ തരുള്ളൂ. 8 പീസൊക്കെ ആക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഇല്ലേ, അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. അതേമാതിരി നമ്മുടെ സാൻഡ്വിച്ച്, അതിൻ്റെ ഒരു ആംഗിൾ, വാട്ടർമെലൺ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾ, ഇതൊക്കെ എന്താണ്? അക്യൂട്ട് ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സേ ഫുഡ് ഐറ്റംസിന് മാത്രമാണോ അക്യൂട്ട് ആംഗിൾ എന്ന്? അല്ലടാ, നമ്മുടെ വിരല് വെച്ചോ, വിക്ടറിയുടെ വി, ഇവിടെ കാണുന്നത് എന്താണ്? അക്യൂട്ട് ആംഗിൾ ആണ്. ഇതൊന്നും നിങ്ങൾക്ക് റൈറ്റ് ആംഗിൾ ആക്കാൻ പറ്റുമോ?
ശ്രമിച്ചു നോക്കിയാൽ പറ്റും, കുറച്ച് വേദന സഹിക്കേണ്ടി വരുന്നു മാത്രം കേട്ടോ. അപ്പൊ ഇതെന്താണ്? അക്യൂട്ട് ആംഗിൾ ആണ്. ഇനി റൈറ്റ് ആംഗിൾ, ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ ക്ലോക്കിൽ 9 മണി 6 മണി 9 മണി 3 മണി ഇതൊക്കെ കറക്റ്റ് 90 ഡിഗ്രി ആണ്. അതുപോലെ നമ്മുടെ ഫോണിന്റെ ഒക്കെ എഡ്ജ് ഭാഗമില്ലേ അല്ലെ, നോട്ട്ബുക്കിന്റെ ഒക്കെ കോർണേഴ്സ് ഇല്ലേ 90 ഡിഗ്രി ആണ്. നമ്മളുടെ ടേബിളിന്റെ കോർണേഴ്സ് 90 ഡിഗ്രി ആണ്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ഇതാ ഇവിടെ കാണുന്നുണ്ട്. ഇനി ഒബ്റ്റ്യൂസ് ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ലെസ് ദാൻ 180. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാരുകസേര ഇല്ലേ, ഇതാ ഇവിടെ കാണുന്ന ചാരുകസേര, ഇത് പിന്നെ നമ്മളുടെ ചൈന വിശറി ആ സാധനം, ഇതൊക്കെ എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിളിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ മിസ് പറഞ്ഞു ഇത് മാത്രമല്ല വേറെ ആംഗിൾസ് ഉണ്ട് എന്ന്. നമ്മൾ സൂചിക്കിരിക്കില്ലേ കറക്റ്റ് ഇങ്ങനെ കാലൊക്കെ വിടർത്തിയിട്ട്, അപ്പൊ നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ, ഇതാണ് നമ്മളെ മൊത്തം ആംഗിൾ. അല്ലെങ്കിൽ 6 മണി, ക്ലോക്കിൽ 6 മണി വരുന്ന സമയത്തുള്ള ആംഗിൾ, ഇതാണ് 180 ഡിഗ്രി. അതാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാവും. രണ്ട് ആംഗിൾസ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക, ഇത് നൂണ്ട് ഇങ്ങനെ വന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാവും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 180 ഡിഗ്രി അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയും. ഇനി അതിലും കൂടുതലായാലോ, സ്ട്രെയിറ്റ് ആംഗിളിനും കൂടുതൽ, അതായത് 180 ഡിഗ്രിയിലും കൂടുതൽ പോയി, അവരെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ്, അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്ന ആംഗിൾസ് ഈ 180 വിട്ടിട്ട് ഇങ്ങനെ വരില്ലേ, ഇതെല്ലാം എന്താണ്? റിഫ്ലക്സാ. ഈ വരുന്ന എല്ലാ ആംഗിൾസും എന്താണ്? ഈ 180 കഴിഞ്ഞാൽ വരുന്ന മൊത്തം റിഫ്ലക്സാ. 180 കഴിഞ്ഞാൽ മൊത്തം എന്താണ്? റിഫ്ലക്സ്. ഇവിടെയൊക്കെ മിസ് ഈ കാണിക്കുന്നതെല്ലാം എന്താണ്? റിഫ്ലക്സ് ആംഗിൾ. ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, എവിടെ വേണമെങ്കിൽ വരാം. ഇതൊക്കെ എന്താണ്? റിഫ്ലക്സ് ആംഗിൾ ആണ്. പിന്നുള്ളത് കംപ്ലീറ്റ് ആംഗിൾ. അത് ഭയങ്കര എളുപ്പമാണ്, കാരണം ഇവിടെ നീ പോയ സാധനം നേരെ പോയി ഇവിടെ അവസാനിച്ചു. അതായത് ഇവിടെ നിന്നാണ് തുടങ്ങിയത്, ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്നു, ദാ അക്യൂട്ട് അക്യൂട്ട് അക്യൂട്ട്, റൈറ്റ് ആംഗിൾ, ഒബ്റ്റ്യൂസ് 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 ഒബ്റ്റ്യൂസ്, എന്താണ്? സ്ട്രെയിറ്റ് ആംഗിൾ, റിഫ്ലക്സ് 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 റിഫ്ലക്സ്, കംപ്ലീറ്റ് ആംഗിൾ. ഓക്കെ, അതായത് കറക്റ്റ് 360 ഡിഗ്രി വരുമ്പോൾ നമുക്ക് എന്താവും? അതൊരു കംപ്ലീറ്റ് ആംഗിൾ ആയിട്ട് മാറും. അടിപൊളിയല്ലടാ? അടിപൊളിയല്ലേ? ഇനി മക്കൾക്ക് മിസ് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ തരട്ടെ. ഇതൊന്ന് നിങ്ങൾ മാച്ച് ചെയ്തിട്ട് കമന്റ് ആയിട്ട് ആൻസർ പറയണം. അതായത് എ എന്ന് പറയുന്ന ഇക്കൂട്ടത്തിൽ ആരാണ്, ബി എന്ന് പറയുന്ന ഇക്കൂട്ടത്തിൽ ആരാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും എങ്ങനെയാ മിസ് ആൻസർ തരേണ്ടത്? ഇതാ A1 അല്ലെങ്കിൽ B3 ഇങ്ങനെ തന്നാൽ മതി. C4 ഇതേപോലെ നമ്പർ ഇട്ട് ഇങ്ങനെ കോമ 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 ഇട്ടിട്ട് നമുക്ക് ആൻസർ തന്നാൽ മതി. അപ്പൊ എല്ലാ മക്കളുടെ ആൻസർ മിസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. എല്ലാവരും എന്ത് ചെയ്യട്ടെ? ആൻസർ ചെയ്ത് നമുക്ക് നോക്കാം ആർക്കാണ് കറക്റ്റ് ആൻസർ കിട്ടുന്നത്. Okay, thank you students. Thank you so much for your valuable time. Have a great day. Bye everyone.